മിനിമം. അതെ മറ്റേ പാട്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. പ്രിയങ്കരനായ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ, വളരെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും എല്ലാം ഞാനറിയുന്ന, ഇപ്പോഴാണ് കൂടുതൽ അറിഞ്ഞത്, പ്രിയങ്കരനായ രാജഗോപാൽ, രാകേഷ് ഉഷാ, മോഹൻദാസേട്ടൻ, പ്രിയ സഹോദരൻ വിനോദ്, രാജകുമാരി വിനോദ്, മറ്റ് പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് വയലാറിന്റെ സർഗപ്രപഞ്ചം എന്ന് പറഞ്ഞ് ആ വിഷയം മതിയെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അതിന് കാര്യമായിട്ട് തയ്യാറാവേണ്ട കാര്യമില്ല. അത് നമ്മൾ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ്. ഇന്നലെയും മിനിയാന്നും ഒക്കെ വയലാറിന്റെ പരിപാടി തന്നെയായിരുന്നു. 1956 നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത്. ആ കാലത്ത് കേരളം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് അത് വേണ്ടിയില്ല. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ജനിച്ചാണ് ഞാൻ, നമ്മളിൽ പലരും. പക്ഷെ അന്ന് വലിയ അതിർത്തികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാര്യമായിട്ട് വേലിയൊന്നും ഉണ്ടായിരുന്നില്ല, മതിലുകൾ തീരെ ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടത്. എന്നിട്ട് നമ്മൾ അതിരുകളില്ലാത്ത ലോകത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. പിന്നെ മാത്രമല്ല, 50കളിലൊക്കെ ആ കാലത്ത് ആളുകളൊക്കെ പലപ്പോഴും നമ്മുടെ നാടിനെ പറ്റി പറയാറില്ല ചെമ്മൺ പാതകളായിരുന്നു. എല്ലാവരുടെയും പ്രധാന ആഹാരം കഞ്ഞിയായിരുന്നു. തെക്കോട്ട് പോകുമ്പോൾ കപ്പയായിരുന്നു. പിന്നെ പലപ്പോഴും 3 നേരമല്ല, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ ശേഷിയുള്ളവരായിരുന്നില്ല. വാഹനങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ഭക്ഷണശാലകൾ ഉണ്ടായിരുന്നില്ല. കേരളം ഒരു കാട് തന്നെയായിരുന്നു. നാട് വളരെ കുറവായിരുന്നു എന്നൊക്കെ പലരും എഴുതി വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ കേരളം, പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓട്ടോറിക്ഷ, നമ്മുടെ അന്നത്തെ പ്രധാനപ്പെട്ട വാഹനം കാളവണ്ടിയായിരുന്നു. കാളവണ്ടിയുടെ ചക്കട ചക്കട ശബ്ദത്തിലാണ് നമ്മൾ യാത്ര ചെയ്തത്. അപൂർവമായി കാണുന്ന ഒന്നായിരുന്നു ബസ്. പിന്നെ സൈക്കിളായിരുന്നു അതിനുശേഷം വന്ന ഒരു യാത്രാ വാഹനം. അത് കഴിഞ്ഞ് വളരെ 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 കാലം കഴിഞ്ഞാണ് മോട്ടോർ ബൈക്കുകൾ വന്നത്. അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞാണ് ഓട്ടോറിക്ഷ വന്നത്. കേരളത്തിൽ ആദ്യമായി കോട്ടയത്തും പാലക്കാടുമാണ് ഓട്ടോറിക്ഷ വന്നതെന്ന് പറയുന്നു. തൃശ്ശൂരിൽ ഓട്ടോറിക്ഷ വന്ന കാലത്ത് ഓട്ടോറിക്ഷയിൽ കയറാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിരുന്ന കഥയും പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്ന കേരളം ഇങ്ങനെ മാറി പറഞ്ഞ് ഇപ്പൊ എന്താ കേരളത്തിൽ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇന്നത്തെ കേരളത്തെ നിയന്ത്രിക്കുന്ന മുഴുവൻ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരേ യന്ത്രത്തിൽ നടക്കുക. അതിമനോഹരമായ സൃഷ്ടിയാണ് മൊബൈൽ ഫോൺ, യാതൊരു സംശയവുമില്ല. നമ്മൾ പണ്ട് ഒരു വീട്ടിലൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിന്റെ ചുറ്റുമുള്ള ആളുകൾ ആ വീട്ടിൽ ഇങ്ങനെ വന്ന് ഫോൺ വരാൻ വേണ്ടി കാത്തിരിക്കും. കറുത്ത ഫോണായിരുന്നു. എത്ര പേർക്കാണ് ഒരു ഗ്രാമത്തിൽ കിലോമീറ്റർ പാടം നടന്ന് അപ്പുറത്ത് കടന്ന് വീടുകളിൽ ചെന്നിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പബ്ലിക് ബൂത്തുകൾ തുടങ്ങി, ടെലിഫോൺ ബൂത്തുകൾ തുടങ്ങി. അത് കഴിഞ്ഞാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു സാധനം വരുന്നത്. ഇത് അസാമാന്യമായ സൃഷ്ടിയാണ്. ഇങ്ങനൊരു സൃഷ്ടി ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ അടുത്ത സ്ഥിതിയാണ്, നമ്മുടെ ഈ സ്ഥിതി, ഇതില്ലാത്തൊരു സ്ഥിതി ഞാൻ ആലോചിക്കാൻ കഴിയും. നമ്മുടെ സ്ഥിതിയെ നിലനിർത്തുന്നത്, എനിക്കൊരു ഫോട്ടോ വയ്ക്കണമെങ്കിൽ എനിക്ക് അമേരിക്കയിലേക്ക് ഒരു സെക്കൻഡിൽ ഇവിടെ നിന്ന് പറന്നു പോകും. സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ലോകത്തെ മുഴുവൻ നമ്മളിതിൽ ഈ സ്ഥിതി കാലത്ത് നമ്മൾ ഇതിനകത്തായി. പക്ഷെ അതിനേക്കാളൊക്കെ ഗംഭീരമാണ് അതിൻ്റെ മൂന്നാമത്തെ അവസ്ഥ, സംഹാരം. അതിലൂടെയാണ് നമ്മൾ ആനന്ദിക്കുന്നത്. ഉണ്ണികൃഷ്ണനെ സംഹരിക്കാം, രാജഗോപാലിനെ വലിച്ചു കീറി ഒട്ടിക്കാം, തേക്കാം, തേച്ചു മോറാം. എന്നെ സ്ഥിരമായി ഒട്ടിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനെ പറ്റിയും വരും സംഹാരം. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ഒന്നിനെയാണ് നമ്മൾ കയ്യിൽ വെച്ച് നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഉപയോഗവും
ഏറ്റവും കൂടുതൽ ദുരുപയോഗം നടക്കുന്ന ഈ യന്ത്രത്തിലൂടെ പ്രസവിച്ച് വീണ കുഞ്ഞു പോലും ചോദിക്കുന്ന എൻ്റെ മൊബൈൽ എവിടെയെന്നാണ് ചോദിക്കുന്നത്. കരഞ്ഞുകൊണ്ട് കരച്ചിലൊക്കെ മൊബൈൽ എവിടെ എന്ന് ചോദിക്കുന്ന കുട്ടികളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? കേരളത്തിൽ എത്ര മൊബൈൽ ഫോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരാളുടെ കയ്യിൽ തന്നെ 6-7 ഉണ്ട് മൊബൈൽ ഫോൺ. അപ്പോൾ ആ ഒരു 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 ലോകത്തിൽ നിന്നുകൊണ്ട് 1956 ആണ് എൻ്റെ മുമ്പിൽ കിടക്കുന്നത് കേരളം പിറന്ന വർഷം. അവിടെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഞാൻ കാഴ്ചയുടെ കലയുടെ ആളാണ്. സിനിമ, നാടകം എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിൻ്റെ കലയാണ്. സിനിമ എന്ന വാക്കിൽ നിന്നാണ് സിനിമ ഉണ്ടായത്. അത് ഈ കാഴ്ചയുടെ കല. പിന്നെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കല എന്ന് പറഞ്ഞാൽ കാതിൻ്റെ കലയാണ്, സംഗീതം. അപ്പോൾ കണ്ണിൻ്റെ കലയും കാതിൻ്റെ കലയുമാണ് എനിക്ക് ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു പിടി മണൽ പോലും ചോർന്നു പോകാതെ ഒരു കടൽ തീരത്ത് ബലമായിട്ട് നിൽക്കാൻ വേണ്ടി എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന വിഷയം. മറ്റുള്ളതെല്ലാം സാഹിത്യമാണ്. സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ കലയാണ്. ഈ കാഴ്ചയുടെ കലയെയും കേൾവിയുടെ കലയും സ്നേഹിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഈ സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നിലനിർത്തുന്ന, നമ്മളെ വീണ്ടും വീണ്ടും ജീവിപ്പിക്കുന്ന വാക്കിൻ്റെ കലയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഒരിക്കലും സാഹിത്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയില്ല. കാരണം സാഹിത്യം വളരെ പേഴ്സണലായിട്ടുള്ള ഒന്നാണ്. എനിക്ക് സാഹിത്യം ആലോചനാമൃതമാണ്. ഇതൊക്കെ ആപാത മധുരങ്ങളാണ്. പണ്ടൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ വായിക്കുക, വായിച്ചത് ഇങ്ങനെ മനനം ചെയ്യുക. പക്ഷെ ആ വാക്കുകൾ നമ്മുടെ മറ്റു ജോലികൾക്ക് ഉപയോഗിക്കാന്നല്ലാതെ സാഹിത്യത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. അപ്പം അതുകൊണ്ട് സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സംഗീതത്തെക്കുറിച്ച്, അഭിനയത്തെക്കുറിച്ച് ഒക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. 1956 അധികം സിനിമയിൽ ഇറങ്ങിയിരുന്ന വർഷമല്ല. അന്നൊക്കെ ഒരു കൊല്ലം 3-4 സിനിമകളൊക്കെയാണ് ഇറങ്ങുക. പക്ഷെ 56 ഒരു പ്രത്യേകത, 56 ഏകദേശം മാർച്ച് മാസത്തിലാണ് രാലിച്ചാൻ എന്ന പൗരൻ എന്നൊരു സിനിമ ഇറങ്ങുന്നത്. രാലിച്ചാൻ എന്ന പൗരൻ, ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ സിനിമ. എന്തൊരു മനോഹരമാണ് ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്, ചന്ദ്രധാര. ആ ചന്ദ്രധാരം മലയാളികളും ഏറ്റെടുത്ത ഒരുപാട് ചിത്രങ്ങൾ ചന്ദ്രധാരയിലായിട്ടുണ്ട്. ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്ത രാലിച്ചൻ എന്ന പൗരൻ, ആ സിനിമ 56 കേരള പ്രവേശി തൊട്ട് മുമ്പ് എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടായി. അത് മലയാളത്തിലെ പച്ച മണ്ണ് മണക്കുന്ന വരികളും ഈണവുമായിട്ടാണ് ഭാസ്കരൻ മാസ്റ്ററും രാഘവ മാസ്റ്ററും പാട്ടുണ്ടാക്കിയത്. നാഴിയൊരി പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, മാനത്തൊരു പൊന്നോണം. നാഴിയൊരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം എന്നത് പഴഞ്ചൊല്ലാണ്. അത് പി ഭാസ്കരൻ മാസ്റ്റർക്ക് അവകാശപ്പെട്ടതല്ല. പക്ഷേ 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്ന വാക്ക് എഴുതിയത് ഭാസ്കരൻ മാസ്റ്റർ. നമ്മുടെ ഓണം അതിൽ വരുന്നുണ്ട്, നമ്മുടെ തുമ്പ വരുന്നുണ്ട്, നമ്മുടെ ദേശീയോത്സവമായി എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അത് അതിന് ശേഷം വരുന്ന വരികളിൽ മഞ്ഞിന്റെ തട്ടമിട്ട് ചന്ദ്രൻ മേലെ സുറുമയാൽ കണ്ണെഴുതി താരകൾ നീളെ, അന്തിക്ക് പടിഞ്ഞാറെ ചെന്തങ്ങിൻ കുല വെട്ടി കല്യാണ വീട്ടിലാരോ പൂമുല്ല പന്തലു തീർത്തു എന്ന് പറയുന്നു ഭാസ്കരൻ മാസ്റ്റർ. 56 വർഷം. ഇത് കഴിഞ്ഞ് മറ്റൊരു ആകർഷണീയമായ സിനിമ നവംബർ മാസത്തിൽ, ഏകദേശം നവംബർ മാസം 3-ാം 4-ാം റിലീസ് ചെയ്യുന്ന സിനിമ. ആ സിനിമയുടെ പേര് കൂടപ്പിറപ്പ് എന്നായിരുന്നു. കൂടപ്പിറപ്പ്. കൂടപ്പിറപ്പ് എന്ന സിനിമയുടെ പ്രത്യേകിച്ച് ജയരാഘവൻ മാസ്റ്ററാണ് സംഗീതം. അതിൽ വേറെ 1-2 കവികൾ പാട്ട് എഴുതിയിരുന്നു. അതിൽ അതുവരെ നാടകങ്ങൾക്ക് പാട്ട് എഴുതിയിരുന്ന, കവിതകൾ എഴുതിയിരുന്ന വയലാർ രാമവർമ്മ എന്നൊരു കവി ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതാണ്. കൂടപ്പിറപ്പിൽ ജെ.ഡി. തോട്ടാൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഈ കൂടപ്പിറപ്പ് എന്ന സിനിമയിലെ ഒറ്റ പാട്ടല്ല, 4-5 പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വയലാർ രാമവർമ്മ. ഒറ്റ പാട്ടുകൊണ്ട് അതുവരെയുള്ള എല്ലാ ഗാനരചയിതാക്കളെയും അദ്ദേഹം പിന്നിലായി. ഒരമ്മ ഒരു
അമ്മ കുഞ്ഞിലേക്ക് പരകായ പ്രവേശം നടത്തുന്ന ഒരു രചനാ രീതിയാണ് വയലാർ കണ്ടെത്തിയത്. അതും ഈ പറയുന്ന തുമ്പിയും തൂമ്പിയും അതിനകത്തുണ്ട്. അമ്മയാണ് പാടുന്നത്, പക്ഷെ മനസ്സ് കുട്ടിയുടെയാണ്. ആ ഒരു രചനാ സംഗീതമാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വയലാറിന്റെ രചനയുടെ പ്രത്യേകത. തുമ്പി തുമ്പി വാവ ഈ തുമ്പത്തണലിൽ വാവ, തുമ്പത്തണലിൽ വാവ, കൊച്ചിക്കോട്ടകൾ കണ്ടോ, ഒരു കൊച്ചെറണാകുളമുണ്ടോ, കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ അച്ഛനെ അവിടെ കണ്ടു. 3-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചുപോയ കുട്ടിയാണ് വയലാർ രാമവർമ്മ. അപ്പോ കൊച്ചരിവാലൻ മീശയുമായി അച്ഛനെ അരികിൽ കണ്ടോ എന്ന് എന്നെ അമ്മയാണ് പാടുന്നത്. അമ്മ അതിലെ ഏറ്റവും ഗംഭീരമായ വരികള്, കരളു പുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ, കരള് പുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ, കരിവാളിച്ചൊരു മറുകുണ്ടാകിയ കാര്യമച്ഛനറിഞ്ഞു. ആധുനിക കവികളൊക്കെ കേട്ട് പഠിക്കുന്നത്. കരള് പുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയൊരുമ്മ, കരുവാളിച്ചൊരു മറുകുണ്ടാക്കിയ കാര്യമച്ഛനറിഞ്ഞു പറയുമ്പോ എന്തായിരിക്കും അമ്മയുടെ ആ ഉമ്മയുടെ ഒരു ശക്തി? കൊച്ചു കുഞ്ഞിന്റെ കവിളില് കരിവാളിപ്പ് ആ ഉമ്മ ഉണ്ട്. അതിലൂടെ വയലാർ രാമവർമ്മ കസേര വെച്ചിട്ട് ഇരിക്കുകയാണ് ഗാനം രചിക്കുന്നത്. വയലാർ രാമവർമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലാർ രാമവർമ്മയാണ് പുസ്തകങ്ങൾ വായിക്കാൻ എന്നെ പോലുള്ളവർക്ക് സ്കൂളിലെ മാഷന്മാരല്ല, ഒരിക്കലും എന്നെ പഠിപ്പിച്ച മാഷന്മാരൊന്നും വലിയ സാഹിത്യ ധാരണകളായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രോത്സാഹനം പോയി ആ പുസ്തകം വായിക്കുന്നു ഒരാളും പറഞ്ഞില്ല കേട്ടോ. സ്കൂളിന്റെ കുഴപ്പമില്ല, എന്റെ കുഴപ്പമില്ല, മാഷന്മാരുടെ കുഴപ്പമില്ല. വയലാർ രാമവർമ്മയാണ് ഓരോ ഗ്രന്ഥങ്ങളെയും നമുക്ക് പരിചയപ്പെടുന്നത്. ആ നിലയ്ക്ക് വയലാർ രാമവർമ്മ എൻ്റെ ഹെഡ് മാസ്റ്ററാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം പറയേണ്ടത് കാളിദാസൻ. കാളിദാസനെ കുറിച്ച് എന്താണ് കാളിദാസൻ എന്നും ആരാണ് കാളിദാസൻ എന്നും എന്താണ് കുമാരസംഭവം എന്നും ശാകുന്തളമെന്നും തിരിച്ചറിയാതിരിക്കുന്ന പ്രായത്തിലാണ് കാളിദാസന്റെ പാട്ട് കേട്ടിട്ട് നമ്മൾ അന്വേഷിച്ചു പോകും. വിക്രമാദിത്യ ചക്രവർത്തിയുടെ സഹോദരിയായിരുന്ന മാളവികയ്ക്ക് കാളിദാസനോടുണ്ടായിരുന്ന രഹസ്യ പ്രണയം. രാജാവ് പറഞ്ഞാൽ തല പോകുമോ എന്ന് ഭയപ്പെട്ട് കാളിദാസനും ഒളിപ്പിച്ചു വെച്ചു, അവളും ഒളിപ്പിച്ചു വെച്ചു. അവസാനം വിക്രമാദിത്യ സദസ്സിൽ നിന്നും വിട്ട് അവിടെയും ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് എവിടെയോ പോയി മരണപ്പെട്ട്, ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സിലോണിൽ വെച്ച് കൊല്ലപ്പെട്ട് കാളിദാസന് ഒരു സ്മാരകം ഉണ്ടായപ്പോൾ ആരും അറിയാതെ വന്ന് മാളവിക കാളിദാസന്റെ പ്രതിമയിൽ മാലയിട്ടു എന്ന ഒരു കഥാസന്ദർഭത്തെയാണ് ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു എന്ന് എഴുതുന്നു. അപ്പോ നമ്മൾ അന്വേഷിച്ചു പോകും കാളിദാസൻ ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചു പോയത് അങ്ങനെയാണ്. ശങ്കരാചാര്യരെ നമ്മൾ അന്വേഷിച്ചു പോയത് അങ്ങനെയാണ്. കാളിദാസനെ അന്വേഷിച്ചു പോകുന്നേക്കാൾ കുറച്ചുകൂടെ എളുപ്പമാണ് ശങ്കരാചാര്യരെ അന്വേഷിച്ചു പോകാൻ. കാരണം അത് നമുക്ക് പരിചിതമായൊരു മേഖലയായിരുന്നു. ശങ്കരാചാര്യരുടെ ആദിശങ്കരന്റെ അദ്വൈത ദർശനം നമ്മൾ അന്വേഷിച്ചു പോയത് 71 ലയൻ ബസ് എന്ന സിനിമയിൽ ഒരു പാട്ട് കേട്ടില്ല. അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ 1000 ജാതികൾ 1000 മതങ്ങൾ 1000 ദൈവങ്ങൾ എന്നത് കേട്ടിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് ആരാണ് അദ്വൈതം, ശങ്കരൻ, എന്താ സംഭവം? നമ്മളെ അന്വേഷിക്കണം. കല്യാണ സൗഗന്ധ്യം എന്നൊരു തുള്ളൽ കഥ പഠിക്കുന്ന സമയത്തിന് മുൻപ് തന്നെ സ്കൂളിൽ ഒരു വാർഷിക വേളയിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ കല്യാണ സൗഗന്ധ്യം എന്ന കവിത വായിച്ചതാണ് കേട്ടത്.
ആരുടെ കവിത? വയലാർ എഴുതിയ കല്യാണ സൗന്ദര്യം. ആ കവിതയ്ക്ക് ഇന്നും ഏറ്റവും പ്രസക്തിയുണ്ട്. ഞാനത് കവിത ഏതൊന്നും മനപ്പാഠം പഠിക്കാൻ വലിയ പാടാണ്. മാനസ സരസിന്റെ തീരത്തു നിന്നു, ഗന്ധമാദനഗിരിയുടെ താഴ്വരക്കാട്ടിൽ നിന്നു, മാനസ സരസിന്റെ തീരത്തു നിന്നു, ഗന്ധമാദനഗിരിയുടെ താഴ്വരക്കാട്ടിൽ നിന്നു, കാലത്തിൻ തനൂജകൾ ഋതുകന്യകൾ വന്നു ലാളിച്ചു വളർത്തുന്ന പുഷ്പവാടിയിൽ നിന്നു, മാലമാലയായി മലർമലരായി വിരിയുന്ന, അങ്ങനെ തുടങ്ങുകയാണ് ഈ കല്യാണ സൗന്ദര്യം. അത് ഈ യാത്ര തുടങ്ങുകയാണ്. ഈ ഗതയും എടുത്തുകൊണ്ട് എല്ലാം തല്ലി തകർത്തുകൊണ്ട് വായുവേഗത്തിൽ കാലത്തിന്റെ വേദിയിലൂടെ പായുമൻ മുന്നിൽ വന്നു കിടക്കുന്ന, ശകനം മുടക്കാൻ കിടക്കുന്ന ഇവൻ ആര് എന്ന് പറഞ്ഞ കൊരങ്ങനെ കാണുന്നിടത്ത്, പായുമൻ മുന്നിൽ വന്നു ശകുനം മുടക്കുവാൻ, എൻ കാൽ ചവിട്ടേറ്റു മരിക്കുവാൻ കിടക്കുന്ന തെണ്ടിയാര്, ഇവനൊരു മൃഗമോ മനുഷ്യനോ എവറസ്റ്റ് ആരോഹണക്കാരനോ രാജ്യത്തിന്റെ അതിരാക്രമിക്കുന്ന ചീനനോ ചെകുത്താനോ? ചൈനീസ് വിരുദ്ധ പ്രസംഗത്തിന് മുൻപെഴുതിയതാണ്. കല്യാണ സൗന്ദര്യ പുഷ്പം തേടി പോകുന്ന ഭീമസേനന്റെ കഥ പറയുമ്പോൾ അന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലമാണ് കവി പറയുന്നത്. രാജ്യത്തിന്റെ അതിരാക്രമിക്കുന്ന ചീനനോ ചെകുത്താനോ, പൊളിറ്റിക്കലാണ്. അതിന്റെ പേരിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിർത്തിയിൽ മാന്തുടക്കി ഈ ചേനക്കാരെ കുറിച്ച്. അങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് വയലാർ അനഭിമതനാണ്. ഏതാ പാർട്ടി എന്ന് നമുക്കറിയാം. അപ്പോ കല്യാണ സൗന്ദര്യം നമ്മൾ കല്ലും മരങ്ങളും തല്ലി തകർത്തുകൊണ്ട് ഉല്ലാസമോടങ്ങ് ചെല്ലുന്ന നേരത്ത് വലിയ ഗ്രഹങ്ങളിൽ സലീലയാടുന്ന നല്ലൊരു ഗന്ധർവമല്ലാക്ഷിമാരുടെ സലാപസാരസ്യലോഹനങ്ങളാൽ കല്ലോല വിഭ്രമം വെല്ലുന്ന കൺമുലത്തെല്ലിന്റെ ഭംഗിയും ചില്ലിവില്ലാട്ടവും മുലായുധൻ തഴയ്ക്ക് അല്ലം നൽകുന്ന ധർമ്മില്ലവും ചന്ദ്രനെ വെല്ലും മുഖാബ്ജവും മല്ലികാമുട്ടിനെ തല്ലി ഓടിക്കുന്ന ഈ സംഭവം ഇങ്ങനെ എന്താ പറയുക, താളത്തെ കെട്ടി താളത്തെ വാക്കുകളെ താളത്തിൽ കെട്ടിയിട്ട കലക്കത്ത് കുഞ്ചുനമ്പ്യാർ എഴുതി വെച്ച ആ കുഞ്ചുനമ്പ്യാരുടെ കവിതയ്ക്കുള്ള വേറൊരു വാതിലാണ് ഈ വയലാറിന്റെ കവിതയുടെ. സ്കൂളിൽ ഞാൻ 7 പഠിക്കുകയാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത്. എനിക്ക് നല്ല ഓർമ്മയാണ് അയാൾ പറഞ്ഞത്. ചീനനോ ചെകുത്താനോ ഒക്കെ പരസ്പരം സ്റ്റേജിലിരിക്കുന്നവർ നോക്കുന്ന പറയാം. അപ്പോഴാണ് നമ്മൾ പിന്നീട് കുഞ്ചുനമ്പ്യാർ ഓരോരുത്തരും അന്വേഷിച്ചു പോവാ. ചാങ്ങമ്പുഴ അന്വേഷിച്ചു പോകുന്നത്. ചങ്ങമ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിദാസനും ചങ്ങമ്പുഴയാണല്ലോ വയലാറ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, ഞാൻ എപ്പോഴും ഇന്നും പാടും നാളെയും പാടുന്ന പാട്ടാണ് ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ. ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ, നീ ചെന്നിറങ്ങുമ്പോൾ നീലപ്പുകാവുകൾ നിന്നെ പുണരുമ്പോൾ ആകെ തുടുക്കുമെന്റെ മലയാളത്തിന്റെ കുളിരിൽ ഞാൻ അലിഞ്ഞോട്ടെ. അപ്പോഴാണ് നമ്മൾ ചങ്ങമ്പുഴ. മഞ്ജീത സിഞ്ചിതം എന്താണ്? ഡാലികാപ്പൂക്കളെ ചുംബിച്ച് ദാഹിച്ചുറങ്ങും പ്രിയമനോ രാജ്യമേ, ഹേമാംബരാഡംബരി അങ്കിയായി നിൽക്കുന്ന ഹേമന്തരാത്രിതൻ മുഗ്ധ സൗന്ദര്യമേ, ഓടക്കുഴലിൻ സലാമൃതമോ കയ്യിൽ ഒമർ ഖയാമിന്റെ മുന്തിരിപ്പട്ടമോ, ശരീരചിച്ചോർ അനശ്വര കാവ്യമോ ചൊല്ലുകൻ സങ്കല്പ കാന്ത മന്ത്രമോ. എല്ലാവരും പറഞ്ഞു. അതിൽ വരാത്തത് ആരാണത്? ഷെല്ലി വന്നു, ഷേക്സ്പിയർ വന്നു, ഇന്ദിരാദേവൻ വന്നു. ഹേമാംബരാഡംബരിയായിട്ട് അല്ല, ലളിതാ സഹസ്രനാമം വന്നു. ഈ 4 വരിക്കകത്ത് നമ്മളൊക്കെ അന്വേഷിച്ചുപോലെ എല്ലാം വരികയാണ്. ഡാലിയ പൂക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോയി? ആ സംസ്കാരത്തിലേക്ക് പോകുന്നു. അതാണ് പാട്ടുകളിലൂടെ ഈ കൊച്ചു മലയാളത്തിൽ വയലാർ രാമവർമ്മ ചെയ്ത. പക്ഷെ വയലാർ രാമവർമ്മയേക്കാൾ എത്രയോ വലിയ കവികൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും വയലാറിനേക്കാൾ വലിയ കവികളായിരുന്നു. അതുകൊണ്ടാണല്ലോ സാംസ്കാരിക സാഹിത്യ രംഗത്തെ വളരെ വലിയ ഒരു നിരൂപകൻ പറഞ്ഞത് മറ്റൊരു കവി എന്ന് പറഞ്ഞത്. ചങ്ങമ്പുഴയുടെ മറ്റൊരു കവിയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ അയാൾ ഒരു കുടം പറത്തും കവിയാണെന്ന് വയലാറിന്.
പക്ഷെ അവരെയൊന്നും ആരും ഓർക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ. മരിച്ച 50 വർഷം കഴിഞ്ഞിട്ട് ഓർക്കുന്നത് വയലാർ രാമവർമ്മയാണ്. അതെന്തായിരിക്കും കാരണം? തനിക്ക് ശേഷം വന്ന ഒട്ടനവധി കവികളെയും ഒട്ടനവധി ഗാനരചയിതാക്കളെയും അവരുടെ സംഭാവനകളെയും ഒക്കെ നോക്കുമ്പോൾ വയലാർ രാമവർമ്മ എന്തുകൊണ്ടാണ് വയലാർ രാമവർമ്മയെ മലയാള ദിനത്തിൽ ഞാൻ ഓർക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വയലാർ മനുഷ്യന് വേണ്ടി നിലകൊണ്ടവരാണ്. ഒരേ നിലപാടിൽ നിന്നുകൊണ്ട് നിന്ന പ്രസ്ഥാനത്തെയും വിമർശിച്ചവരാണ്. മനുഷ്യന്റെ കളിത്തോഴനാണ്. വയലാർ രാമവർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയും അത് തന്നെയാണ്. വയലാർ രാമവർമ്മ കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്ന പറയുന്നത്. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം തടുക്കുവാൻ, ദിഗ്വിജയത്തിന് സർഗശക്തിയാമീ കുതിരയെ വിട്ടയക്കുവാൻ. അതിലെ അവസാനം പറയുന്നത്, ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൽ മനുഷ്യത്വമാണ്. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെന്റെ വീജികൾ, എന്താണ് ചൈതന്യ വീജികൾ. അതാണ് വയലാർ. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ആട്ടക്കഥ വായിക്കാനും നമ്മളെ പ്രേരിപ്പിച്ച് വയലാറാണ്. സാമ്യമകന്നോരു ധ്യാനമേ കൽപഗോധ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിരൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരു ധ്യാനമേ. നമ്മളെ ഈ കഥകളി കാണാൻ പോകുന്ന സമയത്ത്, ഈ കഥകളി കാണാൻ പോകുന്നത് ഇത് കേട്ടിട്ടാണ്. മഞ്ജുതര, എന്താണ് അത്? മഞ്ജുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ രാഗേന്ദുമുഖികൾ നാണത്തിലൊളിക്കും രോമഹർഷങ്ങളെ. എന്തൊക്കെയാണ് ഇങ്ങനെ പദങ്ങളെ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടേ ഇപ്പോഴും പോരിച്ചിരിക്കുന്നു. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ ഈ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറി ഒട്ടിപ്പിടിച്ചേനെ ഞാൻ തൊട്ടേനെ എന്ന് പറയുമ്പോൾ നളചരിതം അങ്ങോട്ട് പോകും. നളചരിതം എല്ലാം ഞാൻ പറയുന്നത് ഒരുവിധം എന്താ പറയേണ്ടത്, നമ്മുടെ കുമാരനാശാൻ അടുത്ത് വരുന്ന ഇതൊക്കെ ആലോചിച്ചിട്ടൊന്നല്ലാണ്ട് നിങ്ങനെ കുമാരനാശാനെ കാവ്യകലയുടെ കമല പൊയ്കകൾ കണി കണ്ടുണരും കവികൾ അനുഭൂതികളുടെ കോപസ്ത്രീകളെ ഒളിയം പെയ്യുകയായിരുന്നു. പുരികക്കൊടിയാൽ അവരുടെ മാറിൽ പൂവം പെയ്യുകയായിരുന്നു. അവരുടെ കയ്യിലെ മധുകുംഭത്തിലെ അമൃത് കുടിക്കുകയായിരുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. പല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുവകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ. മാറ്റുവിൻ ചട്ടങ്ങളെ മുദ്രാവാക്യമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ദേവരായ മാസ്റ്റർ ട്യൂൺ ചെയ്തിട്ട് ദേവരായ മാസ്റ്റർ അടുത്ത് ചെയ്യുന്നത് മാറ്റുവിൻ 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 എന്നാക്കി മാറ്റുന്ന ദേവരായ മാസ്റ്ററുടെ സംഗീതത്തിന്റെ ഒരു ബ്രില്യൻസ്. അപ്പോ ഈ പറഞ്ഞ ഇപ്പൊ നമ്മള് ഇവിടുന്ന് കാളിദാസനിൽ തുടങ്ങി ഇപ്പോഴും നമ്മുടെ ജീവിതത്തില് പല ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മൾ ഓർത്തു പോകുന്ന ഈ എന്താ പറയേണ്ടത്, ഇത് മാറ്റുലി കവിയോ അതല്ലെങ്കിൽ കോടമ്പാകും കവിയോ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അത് ചങ്ങമ്പുഴയുടെ സ്വാധീനങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിലും വയലാർ എനിക്ക് നൽകിയത് നമുക്ക് നൽകിയ പുതിയ വാക്കുകളാണ്. ഓരോ കാലഘട്ടത്തിലെയും എഴുത്തുകാർ നമുക്ക് പുതിയ വാക്കുകൾ തരണം.
ഇന്നത്തെ എഴുത്തുകാരൊക്കെ തരുന്നുണ്ട്, പക്ഷേ നമുക്ക് ഏറ്റുപാടാൻ പറ്റുന്നില്ല. പലരും ഏറ്റുപാടാൻ പറ്റാത്തതുകൊണ്ട് എനിക്കറിയുന്നു. അതായത് അമ്പിളിത്തെല്ലിനെ മൊത്തുവാൻ മാനത്ത് പൊൻകണം തീർത്തവരെ നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിത്തെറിപ്പിച്ച ചെമ്പൻ പുലരി കണ്ട ആയിഷായി. നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിത്തെറിപ്പിച്ച് ചെമ്പൻ പുലരി കണ്ട എന്ന് പറയുമ്പോൾ രാത്രിയുടെ ഒരു അന്തരീക്ഷം, അമ്പളിത്തെല്ല് അവളെ ആക്രമിക്കാൻ നിൽക്കുന്നത് പൊന്നെറിഞ്ഞുകൊണ്ട്, പക്ഷേ അതിനെല്ലാം തകർത്തുകൊണ്ട് നിഷ്പ്രഭമാക്കുന്ന ഒരു ചെമ്പൻ പുലരി നാളെ ഉദിക്കും, അത് നീ കണ്ട എന്നാണ് ആയിഷ. അയാൾ ആദ്യമൊക്കെ എഴുതിയിരുന്നെന്ന് മാറിയിട്ട് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം അപ്പോഴാണ് വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാനാളല്ല എൻ കരമാട് വിറ്റൊരു പൊന്മണി വീണ വാങ്ങിച്ചു ഞാൻ. രാഗം താള ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതൊന്നിനും ഓടക്കുത്തുകൾ തീർക്കാൻ കഴിയുകയില്ല മൽ പ്രേമ തീർത്ഥൻ എന്ന് വല്ലാതെ തിരിച്ചറിഞ്ഞൊരു കാലമുണ്ട്. ഇത് സർഗസംഗീതം 61 സർഗസംഗീതം. അദ്ദേഹത്തിന്റെ ദർശനം എന്താണെന്ന് പറയുന്നുണ്ട്. ഈ സർഗസംഗീതം ഇപ്പോഴും എടുത്ത് നമ്മൾ വായിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്നൊക്കെ അനുഭൂതിയാണ്. അരണ്യാന്തരകത്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ദവോദാര ശ്വാശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആര് അന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോഹിന്ന സർഗക്രിയാസാരം തേടി നടന്നു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം. കൃത്യമായ ദർശനം, കൃത്യമായ ഫിലോസഫിയാണ് എല്ലാവർക്കും. അപ്പം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, കവിതകൾ പറഞ്ഞു പോകുമ്പോൾ, പാട്ടുകൾ പറഞ്ഞു പോകുമ്പോൾ എവിടെയും നിർത്താൻ പറ്റില്ല. നിർത്താൻ പറ്റാത്തത് ഇതിങ്ങനെ ഒരു അണപൊട്ടി ഒഴുകുന്ന എന്തോ ഒന്നാണ്. ഈ നിലാവിനെ പിടിച്ചിട്ട് എന്തൊക്കെയാക്കിയിട്ടുള്ളത് എനിക്ക് അറിഞ്ഞത്. നിലാവ് ഇങ്ങനെ ഉദിച്ചു വരുന്ന നിലാവിനെ കുറിച്ച് വയലാർ എഴുതുമ്പോൾ ഇത്രയും വലിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കവിയില്ല. കുറുനിരകൾ മാടിയൊതുക്കി കുനുകൂന്തൽ നിറുകയിൽ കെട്ടി അരയിൽ ജഗന്നാഥൻ പുടവ ചുറ്റി മുത്തോല കുട ചൂടി മൂവന്തി പുഴ നീന്തി മൺവിളക്കുമേന്തി വരും വെണ്ണിലാവേ വികാരം നിന്നിൽ വന്നു നിറയുകില്ലേ ഒരു നാൾ. വെൺചന്ദ്രലേഖയുരപ്സരസ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. വെൺചന്ദ്രലേഖയുരപ്സര എന്തൊക്കെ പാടണം? നിലാവിന്റെ എത്ര എണ്ണം പാടണം? പൂനിലാവുദിക്കുമ്പോൾ ഇതിലേ ഗന്ധർവന്മാർ ഭൂമിയിൽ വന്നൊരു ചന്ദനമാളിക തീർക്കുന്നവർ സുന്ദരിമാരുടെ ഹൃദയ സരസ്സുകൾ സ്വപ്നം കൊണ്ടു നിറയ്ക്കൂ സ്വപ്നം കൊണ്ടു നിറയ്ക്കും. എത്ര നിലാമോ? വെളുത്ത വാവിനേക്കാൾ വെളുത്ത നിറം. അതെന്തൊരു നിറമാണ്! ഉത്തരായണ കിളിപ്പാടി പൊന്മാതിനിയെ പോലെ പൊന്നും വളയിട്ട് വെണ്ണിലാവേദിനെയൊന്നു ചുംബിച്ചു. പൊന്നും വളയിട്ട വെണ്ണിലാവോ? എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ ശരത്തിനോട് ചോദിച്ചു, അല്ല ഈ അച്ഛൻ എന്താ എഴുതിയിരിക്കുന്നത്? പൊന്നും വളയിട്ട വെണ്ണിലാവ്, അത് പൊന്നാണ് ആ വെണ്ണിലാവ്. അപ്പൊ എനിക്ക് പിടിയിടില്ലേ പൊന്നും വളയിട്ട വെണ്ണിലാവ്. ഞാൻ ഇന്നലെ ആലോചിച്ചത്, ഇപ്പോഴും ആലോചിച്ചോണ്ടിരിക്കും. ഇന്ന് വേറെ സ്ഥലത്ത് കൊണ്ട് അവിടെ പൊന്നും വളയിട്ട വെണ്ണിലാവ്. അങ്ങനെ വെണ്ണിലാവിനെ എവിടേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ട്, അപ്പൊ ഇതിലൊക്കെ എന്താ പറയാ, റൊമാൻറ്റിക് കവിയാണ്. പിന്നെ വയലാർ ശാസ്ത്രജ്ഞനായിട്ടാണ്.
ഈ നിലാവിനെ പിടിച്ചിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ വയലാറ് ഫിസിക്സിന്റെ എന്താ പറയുക പോസ്റ്റ് ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തങ്കത്താഴിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല തങ്കത്താഴിക കുടമല്ല. നിർത്തുന്നില്ല. കസ്തൂരിമാനില്ല, കല്ലോനില്ല, കൽപ്പക തളിർമല തണലില്ല. ഏതോ പ്രണയത്തിൽ ഇരുൾ വന്നു മൂടും ഒരു ഏകാന്ത ശൂന്യതയെന്ന് ആരാ എഴുതപ്പോ? അപ്പൊ ആ നേരത്തെ കണ്ട ആളല്ല, നേരത്തെ ഹൈലി റൊമാൻറ്റിക്ക. ഇതിനങ്ങ് വലിച്ച്, അതായത് കവികളും വലിയ വലിയ കവികൾ ചാർത്തിക്കൊടുത്ത നിലാവിന്റെ നേരെ ചാർത്തിക്കൊടുത്ത നേർത്ത ആട വലിച്ച് കീറും. സർഗസംഗീതത്തിലും നിലാവിലുണ്ട്. ഞാനീ ജാലകവാതിലിൽ ചെറുമുളന്തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകിൽ ശാരദേന്ദുകലയെ പാവാട ചാർത്തിക്കുവാൻ. ശാരദേന്ദുകലയെ പാവാട ചാർത്തിച്ചാണ് പറയുന്നത്. ശൂന്യത മാത്രമേ ഉള്ളൂ. അതിപ്പോ നമ്മുടെ ആൾക്കാർ ഇപ്പൊ അടുത്ത് പോയല്ലോ. എത്ര ദൂരമാണ് ഇവിടുന്ന്? എത്രയോ ദൂരമുള്ള സ്ഥലത്ത് പോയി ഇറങ്ങിയല്ലോ. അവിടെ ചെന്നപാടൊരു ബംഗാളിയാണ് അത്ര ചായക്കള. പണ്ട് മലയാളിയായിരുന്നു. ചെന്നിറങ്ങിയപ്പോ പറഞ്ഞു കരിമ്പാവിരുന്ന് പോയ ഒരാൾ അവിടെ നിൽക്കുന്നു ചായ. ആ ടീക്കടയുടെ അവസ്ഥ മലയാളിയാണ്. കാശ്മീർ അവിടേക്ക് ആള് പറഞ്ഞു ഞാൻ അവിടെ കേട്ടാ തൊട്ടടുത്ത് തൃശ്ശൂർക്കാരൻ. അപ്പൊ ഒന്ന് ആലോചിച്ചില്ല, നിലാവിനെ എടുത്ത് കൈകാര്യം ചെയ്തത് കരളിയില്. അങ്ങനെ ഓരോന്നിനും ഉണ്ടല്ലോ, ഓരോ പാട്ടെടുത്ത് നോക്കിയാലും വീണ്ടും അന്വേഷിക്കണം. ഇവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തോന്നണം. ഇത് കേൾക്കുമ്പോഴാണ് ഭാഷ, ഈ വാക്കുകള്, അറിയാതെ വാക്കുകൾ ഇങ്ങനെ നമ്മുടെ തലയിൽ വന്ന് വീഴണം. ഞാൻ പാടിയപ്പോൾ ഉണ്ണി പാടിയില്ലോ. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സംബോധന ചെയ്ത വാക്കുകൾ എന്തൊക്കെയാണ്? ചക്രവർത്തിനി, കാമിനി, കാവ്യമോഹിനി, കാളിദാസന്റെ മാനസ നന്ദിനി, ശകുന്തളയെ മൂപ്പിൽ പിടിച്ചു. മറ്റാള് മാത്രം സ്വന്താക്കണ്ടാണ്. കാമിനി, കാവ്യമോഹിനി, കാളിദാസന്റെ മാനസ നന്ദിനി, നിന്റെ മാലിനി തീരത്ത് ഞാൻ തീർക്കും എന്റെ സാരിനി ക്ഷേത്രം. എളുപ്പമല്ല വാശി. പിന്നെ സീമന്തിനി, വിവാഹം കഴിഞ്ഞ പെണ്ണിന്റെ പ്രണയം. സീമന്തിനി നിന്റെ ചൊടികളിലാരുടെ പ്രേമ മൃദുസ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈ നഖേന്ദു, അവിടെ ചങ്ങമ്പഴി കൈ നഖേന്ദു മരീചിയിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം. യൗവനത്തിലാവുന്നത്. എന്റെ കൗമാരം തളിർത്തത് ആരുടെ കൈ നഖേന്ദു. അസാമാന്യ പരിപാടികളോ, നിസ്സാര പരിപാടിയില്ല. പിന്നെന്തൊക്കെയാ? സന്യാസിനി. ഏറ്റവും വലിയ ഫിലോസഫി അതാണ്. രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. പോവില്ല, പോവും വരും. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല മനെ, അടങ്ങുകില്ല മാനസമൈന് വരൂ. ഞാൻ ഇന്നലെ കേട്ടൊരു വലിയ സംഭവം. ഏറ്റുമാനൂരാണല്ലോ MG യൂണിവേഴ്സിറ്റി. ഞാൻ ഏറ്റുമാനൂരിൽ പോയിട്ട് ഏറ്റുമാനൂർ അപ്പനെ എനിക്ക് നമ്മളെ വളർത്തുന്നതിന്റെ ആണോ 7:30 പൊന്നാനൊക്കെ പാടിയിട്ടാ പോണേ. 7:30 പൊന്നാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂര്. അതൊക്കെ പാടി അവിടെ ചെന്നപ്പോ എന്റെ സുഹൃത്ത് എന്നോട് പറയാ, അത് എനിക്ക് ജ്യോതിഷത്തിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. വയലാറാമ മരിച്ചിട്ട് അദ്ദേഹം മാത്രമേ ഉള്ളൂ ഈ വിഗ്രഹാരാധന മടുത്തിട്ടാണ് പുള്ളി സംസ്കൃതം പഠിച്ചിട്ട് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പുള്ളി അതിൽ നിന്ന് പോകുന്നത്. അപ്പോ മരിച്ചിട്ട് പ്രശ്നം വെച്ച് നോക്കിയതേ, ഇപ്പൊ ഈ ആത്മാവ് ഇവിടം വിട്ട് പോകുന്നില്ല.
അതിനെന്താ ഒരു കോമഡി എന്ന് പറഞ്ഞപ്പോ ഏറ്റുമാനൂർ അപ്പൻ്റെ അടുത്ത് ഇരിക്കണം പറയാം. അങ്ങനെ കുറെ പൂജാകർമ്മങ്ങൾ ചെയ്തിട്ട് ഈ ആത്മാവിനെ ചന്ദനമുട്ടിയിൽ ആവാഹിച്ച് എടുത്ത് ചന്ദനം അരച്ചിട്ട് ആ ചന്ദനം ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹത്തിൽ ചാർത്തി. അപ്പൊ ഞാൻ ഏറ്റുമാനൂരപ്പനെ തൊഴുത് വരുമ്പോ ഞാൻ വയലാറിനെയും തൊഴുതു. ഏറ്റുമാനൂരപ്പ എന്ന് ഭഗവാനെ വിളിച്ചു, ഏറ്റുമാനൂർ അച്ഛ എന്ന് വയലാറിനെ വിളിച്ചു. അല്ല, അത് അങ്ങനെയാണ് പറയുന്നത്. ഇതിനകത്ത് എനിക്കറിയില്ല എന്താന്ന് പറഞ്ഞുകൂടാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഈ വയലാറിൽ നിന്ന് തോണിയിൽ വന്നിട്ട് ആ ഏറ്റുമാനൂര് കടവില് ബോട്ടിലിറങ്ങി ഇളനീര് കൊണ്ടുവന്നിട്ട് അവിടെ അഭിഷേകം നടന്നു. 18 വയസ്സ് വരെ അവിടെയാണ്. 18 വയസ്സ് വരെ അവിടെ നിന്നും പഠിച്ച സംസ്കൃതത്തിൽ നിന്നും അവിടെ നിന്നും പഠിച്ച മറ്റ് സംസ്കൃത ആചാര്യന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ഒരു വലിയ അറിവിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് അതിനുശേഷം ഈ കമ്മ്യൂണിസം വായിച്ചിട്ടുണ്ടാവുന്നത്. ആ അറിവാണ് അദ്ദേഹത്തെ മാറ്റം വരുത്തുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് എന്നോട് പറഞ്ഞത് വയനാട് വളരെ എളുപ്പമുള്ള ഒരാളാണ് പറഞ്ഞത്. അപ്പോൾ ഭക്തിഗാനങ്ങൾ ഏറ്റുമാനൂർക്ക് പോവാം, വൈക്കത്തേക്ക് പോവാം. ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വൈക്കത്തപ്പനു ശിവരാത്രി, നമ്മുടെ നാട്ടിലേക്ക് വരാം, അടക്കും നാഥന് ഇവിടേക്ക് വരാം, എവിടേക്കും പോകാനോ വയനാടിന്റെ പാട്ട് എഴുതി. ഞാനൊരു യാത്ര നടത്തിയാൽ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ ഒരു വാഹനത്തിൽ, തുറന്ന വാഹനമൊന്നും വേണ്ട, പോവുകയാണെങ്കിൽ ഓരോ ദേശം കണ്ടാലും ഓരോ പ്രദേശം കണ്ടാലും ഈ പാട്ടുകൾ അവർക്ക് എഴുതി വരാം. ഇത് ഇങ്ങനെ സംഭവിച്ച് പോകുന്നതാണ്. പൂവ്, ഈ കല്യാണ സൗന്ദര്യത്തിൽ പറയുന്നൊരു വാക്കില്ലേ, തങ്കം എനിക്ക് എന്താ പറയാ, എനിക്ക് കയ്യെത്താത്തൊരു പൂവില്ല ഈ പ്രപഞ്ചത്തിൽ എന്ന് പറയുന്നുണ്ട് ഭീമൻ. എനിക്ക് കയ്യെത്താത്തൊരു പൂവില്ല ഈ പ്രപഞ്ചത്തിൽ എന്ന് പറയുന്നത് ഔദ്ധത്തോടു കൂടി ഇങ്ങനെ പോകുമ്പോൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എത്ര പൂക്കളല്ലേ, ഏതൊക്കെ പോവാ, പാരിജാതം നിങ്ങൾ പറഞ്ഞ പൂവൊക്കെ വരും. അതെ, പിന്നെ അത് വരും, സ്വർണ്ണത്താമര അത് വരും, ഇന്ദ്രവല്ലരി പൂ വരും, അങ്ങനെ എല്ലാ പൂക്കളും വരും. ഇതെല്ലാം കഴിഞ്ഞാൽ തൃക്കാക്കരപൂപ്പോരാഞ്ഞ് അത് വരും, സാലിമുല്ല വരും, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ വരും, കൈതപ്പൂ വിശറിയുമായി കൊണ്ട് കാറ്റ് വരും, ആ പൂവിനോടൊപ്പം കൈതപ്പൂവിന്റെ മണം വരും, താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി വരും, താഴമ്പൂ മണമുള്ള തണുപ്പുള്ള സത്യഭാഷ പാടും. എല്ലാ ലോകത്തുള്ള എല്ലാ പൂക്കളും വരും. അതാണ് തങ്കം എനിക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഒരു പൂവുകളുടെ ഈ പ്രപഞ്ചത്തിൽ എന്ന് വയനാട് എഴുതിയത്. ഞാൻ ഈ പിന്നെ കുട്ടികളുടെ പാട്ട്, ടെലിഫോണിനെ കുറിച്ചുള്ള പാട്ട് ആണ് ഗംഭീരമാണ്. ടെലിഫോണിനെ കുറിച്ച് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ കുട്ടികൾക്ക് അമ്മമാര് പാട്ട് പാടി കൊടുക്കുന്ന ഒരു കാലമാണല്ലോ. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, ഈ പാട്ട് നീ പാടി കൊടുത്തു കുട്ടിക്ക്, അവന് ഇച്ചിരി വിവരം ഉണ്ടാവട്ടെ എങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നത്. എന്താ പാട്ടെന്നറിയോ, കിലുകിലുക്കും കിലുകിലുക്കും ആ കിങ്ങിണി ചെപ്പിൽ ഒളിച്ചിരിക്കും ടെലിഫോണിനകത്തുള്ള ഒരു പാട്ടുകാരി കൂട്ടുകാരി. പിന്നെ അവസാനം അതൊന്നും നല്ല കാര്യം, ഈ ടെലിഫോണിന്റെ അകത്ത് കൂട്ടുകാരികളെന്ന് പറയുന്നു. അവിടെ നിന്ന് പറയുന്ന അച്ഛനെ, അമ്മയെ, എന്താ പറയുക, സൂര്യചന്ദ്രന്മാരെയൊക്കെ നമുക്ക് ഇതിലൂടെ സംസാരിക്കാം. ഇത് കഴിഞ്ഞ് ഈ കവിത അവസാനിക്കുമ്പോൾ ഒരു കെട്ടുണ്ട്. എന്താ അറിയോ, നളചരിതം കഥയിലെ അരയന്നത്തെ പോലെ ഏതോ രാജകൊട്ടാരത്തിലേക്ക് സന്ദേശം എത്തിക്കുന്നു. അപ്പോ വളരെ കുട്ടികളുടെ ഒരു പാട്ട് പാടി അതിനെ ക്ലാസിസത്തിൽ കെട്ടിയിടുകയാണ്. ഇതിൽ അവസാനിക്കുമ്പോൾ കൊണ്ട് കെട്ടി വരികയിടുന്നത് നമ്മുടെ ഒരു ക്ലാസിക്കൽ കൃതിയിലാണ്. നളചരിതം കഥയിലെ അരയന്നത്തെ പോലെ ദൂരെയുള്ള ഒരു അരമനയിൽ ദൂതിന് പോകും. ആ ദൂതാണ് സംഭവം. അതെ, ദൂരെയുള്ള ഒരു അരമനയിൽ ദൂതിന് പോകും. ഫോൺ, ഏത് ഫോൺ, കറുത്ത ഫോൺ എന്നൊക്കെ പറയുന്നുണ്ട്. ഫോണിനെ കുറിച്ച് പാട്ട് നമ്മൾ സാധാരണ ഈ ഇനാനിമേറ്റ് ഒബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പാട്ട് എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് എഴുതാനുണ്ടെങ്കിൽ ഇത് കേൾപ്പിച്ചു കൊടുത്താൽ മതി. ഈ പാട്ട് എങ്ങനെയാ ഈണം, അത് മറന്നുപോയി, പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. കിലുകിലുക്കും കിലുകിലുക്കും കിങ്ങിണി ചെപ്പിലൊളിച്ചിരിക്കും ടെലിഫോണിൽ ഉണ്ടൊരു
കൂട്ടുകാരി കളി കൂട്ടുകാരി അദ്ഭുതമാണ് ദേവരായ മാസ്റ്റർ. അത് മറ്റേ എൻ്റെ സ്കൂൾ മാസ്റ്ററിലെ. പിന്നെ നിങ്ങൾക്കറിയാമോ ഈ പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോകമേടയിലും പാർവണ ചന്ദ്ര പകലുറങ്ങും. എന്തൊരു ഇമാജിനേഷൻ. പിന്നെ വേറൊരു പാട്ടില് എന്താ പറയാ, മൂടൽ മഞ്ഞ് കുളിച്ചു താമസിക്കും. മൂടൽ മഞ്ഞ് കുളിച്ച് താമസിക്കുകയാണ് ഇവിടെ കുറ്റാലത്ത്. ആ പീരുമേട്ടില മൂടൽ മഞ്ഞ് കുളിച്ച് താമസിക്കും. ഈ പീരുമേട്ടിലെ മൂകതയിൽ പതഞ്ഞു പതഞ്ഞു നിറയൂ. തിരി കൊളുത്തും തേയിലയ്ക്ക് നീർ കൊടുക്കൂ. മണ്ണിൽ വീണ ദുഃഖങ്ങളെ സ്നേഹിക്കൂ. മാനത്തെ കൊളുന്തു നുള്ളാൻ കൈനീട്ടും കുന്നിന്റെ മാറിൽ നിന്റെ സ്യവന്തകങ്ങൾ പതിപ്പിക്കൂ. ഓ സാധനം കൊണ്ടുപോയി അവസാനം കിട്ടുന്നത് മറ്റേ കഴുകനെ പറഞ്ഞിട്ടാണ്. അവനെ അലക്കുന്നതാണ്. നാളത്തെ ഉഷസ്സുകളിൽ നിഴൽ വിരിക്കും. നാളത്തെ ഉഷസ്സുകളിൽ നിഴൽ വിരിക്കും കഴുകന്റെ ഒരു സാധനമുണ്ട്. കാളമേഘ ചിറകുകൾ തകരട്ടെ. അങ്ങനെയാണ് സാധനം. ഞാൻ മറന്നുപോയി. മറക്കരുത്. അത് മാത്രമല്ല വെച്ചത്. അപ്പൊ അങ്ങനെ എവിടേക്കൊക്കെയാണ് വാക്കുകളെ കൊണ്ട് പോകുന്നത്. 50 വർഷമാകുമ്പോൾ നമ്മളിതൊക്കെ പാടിക്കൊണ്ടിരിക്കും. എന്താ മൂടൽ മഞ്ഞ് മുലക്ക നേരത്തെ പറയുന്നു. ഈ ഇവിടെ വന്ന് ബീച്ചിൽ വന്ന് താമസിച്ച വയലാറിനെ കുറിച്ച് പറയുന്നു. ഇനി ഞാനൊരു ഉണർത്തുപാട്ടാണ് പാടാൻ പോകുന്നത്. ഉറക്കുപാട്ടല്ല. നമ്മൾ സാധാരണ ഉറക്കുപാട്ട് എന്നല്ല പറയും. പക്ഷെ ഉറക്കുപാട്ടിനെ ഉണർത്തുപാട്ട് എന്ന് പറഞ്ഞ ആളാണ് ഇത്. 3 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ ദേവരായ. കുന്നും പുറത്തൊരു മിന്നലാട്ടം കുഞ്ഞുണരം മീണി കുഞ്ഞുണര് കുന്നത്തെ തേവരും അമ്പിളി മാമരും കുഞ്ഞിൻ്റെ അച്ഛനോ ആരാരോ. കുന്നും പുറത്തൊരു മിന്നലാട്ടം കുഞ്ഞുണരം മീണി കുഞ്ഞുണര് കുന്നത്തെ തേവരോ അമ്പിളി മാമരോ കുഞ്ഞിൻ്റെ അച്ഛനോ ആരാരോ. കുന്നത്തെ തേവരാണെങ്കിൽ കണ്ടാൽ കണ്ടെന്നു പോലും നടിക്കൂല. കാല് പിടിച്ചാലും കൈകൂപ്പി നിന്നാലും കണ്ണേലൊന്നു തുറക്കൂല. കണ്ണീരൊന്നു തുറക്കൂല. അത് ദൈവദശനം. അമ്പിളി മാമനാണെങ്കിൽ കണ്ടാൽ അമ്മിണി കുഞ്ഞിനെ അറിയൂല. പോകുന്നിടത്തൊക്കെ പിന്നാലെ ചെന്നാലും നേരം വെളുക്കുമ്പോ കാണൂല. നേരം വെളുക്കുമ്പം കാണൂല. രണ്ടുപേരും പോയി. കുഞ്ഞിന്റെ അച്ഛനാണെങ്കിൽ അയ്യാ കുഞ്ഞിനെ താഴത്ത് വെക്കൂല. പൊന്നുമ്മ മേടിക്കും പൂനാരം ചൂടിക്കും വന്നാലൊരിക്കലും പോകൂല. വന്നാലൊരിക്കലും പോകൂല. 3 ദൈവത്തെയും അമ്പിളിമാമനെയും അച്ഛനെയും. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെന്ന് ഇത് തന്നെയാണ്. ഇതിനു മുമ്പ് എഴുതിയ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. അത് തന്നെയാണ് ഇത്. കുന്നത്തെ ദേവനാണെങ്കിൽ അറിയില്ല, കുമ്പിട്ടാനും കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അറിയില്ല. അച്ഛനെങ്ങനെയല്ല. എനിക്കിത് അവസാനം പോയാൽ കരയും. ഇന്ന് കരയാൻ പറ്റില്ല എന്ന് വിചാരിച്ചില്ല.
പുന്നമ്മ മേടിക്കും, പൂണാരം ചോദിക്കും, വന്നാൽ ഒരിക്കലും പോവില്ല അച്ഛൻ. അപ്പൊ അച്ഛൻ എവിടെ കിടക്കുന്ന അച്ഛനാ? 3 വയസ്സിൽ മരിച്ചുപോയ അച്ഛൻ. അതല്ലേ ആത്മാവിൽ ഒരു ചിത. അത് കഴിഞ്ഞ് മറ്റേ ശരത്ത് പറയുന്നത് വെച്ചാല് അമ്മയ്ക്ക് മകനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അമ്മാവന്റെ മക്കളെ, അതായത് അമ്മയുടെ മക്കളെ എല്ലാം ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ പഠിപ്പിക്കപ്പെട്ടു. വിദ്യാലയ സംസ്കൃതം പഠിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ അമ്മ വീണ്ടും പറയും എൻ്റെ മകനെയും കൂടി ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അപ്പൊ അമ്മാവൻ കാരണവര് പറയും. അത് കഴിഞ്ഞ് എല്ലാവരുടെ അമ്മ ഒരു തന്ത്രം പ്രയോഗിച്ചു അമ്മാവനെ വരട്ടാൻ. ഒരു ഗുസ്തിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ അമ്മാവനെ ഒന്ന് വരട്ടാൻ, കാര്യം എൻ്റെ മകൻ നശിച്ചു. അങ്ങനെ ഗുസ്തിക്കാരൻ എന്ന് പറഞ്ഞു അവനെ ഇംഗ്ലീഷ് സ്കൂളിൽ വിട്ടിനെ വിവരം അറിയിട്ടൊന്നുമില്ല. അങ്ങനെ പേടിച്ചിട്ടാണ് അത്ര അമ്മാവൻ ചേർത്തല സ്കൂളിൽ 5th ഫോം വരെ പഠിപ്പിച്ചു. എന്താണ് ആലോചിച്ചു ഒരു മഹാപ്രതിഭയുടെ ഇതൊരു എന്തൊക്കെയാണ് പണ്ടത്തെ അമ്മാവന്മാര്. അതൊക്കെയാന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ ദ്രവിച്ചപ്പോൾ ചുറ്റിൽ മരിക്കും ധർമാധർമ്മങ്ങൾ ഇതൊക്കെ എഴുതിയത് ഈ സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അവരോടുള്ള ഒരു വാശിയായിരിക്കും. അങ്ങനെ എന്തൊക്കെ ജോലികൾ ചെയ്തു. വയലാർ രാമവർമ്മ നിങ്ങൾക്കറിയാമോ? കവിത എഴുതി, രക്ഷപ്പെട്ടില്ല. നാടകം കളിച്ചു, രക്ഷപ്പെട്ടില്ല. നാടക ട്രൂപ്പ് തുടങ്ങി. ആദ്യത്തെ നാടകം എസ്എഫിനെ കൊണ്ട് എഴുതിച്ചു. നാടകത്തിൽ വൃദ്ധനായിട്ട് അഭിനയിച്ചു. പത്രപ്രവർത്തനം തുടങ്ങി. കുറെ കാലം പത്രാധിപരായി. കുഞ്ചാക്കോനെ കാണാൻ വേണ്ടി മതിൽ ചാടി പുതിയ സ്റ്റുഡിയോയുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, കണ്ടപ്പോൾ ആരാൻ ചോദിച്ചു, വയലാറാണ് രാമവർമ്മ. നാളെ സിനിമയിൽ കുറച്ച് നടികളെ വേണം പോയി സെറ്റാക്കി എന്ന് പറഞ്ഞു നേരെ പറഞ്ഞു കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് വസന്തരാവിന്റെ വാതിൽ തുറന്നു വരും വാടാമലർക്കിളിയേ എന്ന പാട്ടിലൂടെ ഒരു വലിയ കൂട്ടുകെട്ടുണ്ടാവുന്നു. വസന്തരാവിന്റെ വാതിൽ തുറന്നു വന്നവരാണ് ദേവരായ മാസ്റ്ററും വയലാറും. അവിടെ തന്നെ ഭാര്യ. വയലാറിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം, ഭാര്യ ഒരു ക്രിസ്ത്യൻ കഥയാണെന്ന് അറിയാൻ പാട്ടിന്റെ ഒറ്റ വരി കേട്ടാൽ മതി. മുൾക്കിരീടമിതെന്തിനു നൽകി. അപ്പൊ ബിബ്ലിക്കൽ പഞ്ചതന്ത്രം കഥയ പടിടൽ ഓരോ കിനാവിലും മാലാഖമാർ വന്ന് ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു വരുമ്പോൾ ആ കഥയാണ്. ഈ പല ചലച്ചിത്രങ്ങളുടെയും വിജയരഹസ്യം വയലാർ ദേവരാജൻ പാട്ടുകളായിരുന്നു. ഇവരുടെ ഒരു 10 പാട്ടൊക്കെ ഉണ്ടാവും. 10 പാട്ടിൽ 7 പാട്ടും യേശുദാസായിരിക്കും. 10ഓളം പാട്ടുകളുണ്ടാവും. അതായിരുന്നു. അപ്പോ അങ്ങനെയുണ്ട്. ഈ കഥയുടെ സന്ദർഭം തന്നെ മാറിപ്പോകുന്നത് ഈ പാട്ട് കിട്ടി കഴിഞ്ഞാൽ. പാട്ട് റെക്കോർഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കഥ മാറ്റി എഴുതുന്ന പറയുന്നത്. കാരണം പാട്ടിലുള്ള ഒരു ഫിലോസഫി, പാട്ടിലൂടെ പറയുന്ന ഒരു കഥ, അതിങ്ങനെ സിനിമയെ മാറ്റി കളയും. അങ്ങനെയായിരുന്നു. അതാണ് ആ ഒരു വിജയത്തിന്റെ ഫോർമുല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ബാണയുദ്ധം വായിച്ചത് എങ്ങനെയാ? ഉദയഗിരിക്കോട്ടയിലെ ചിത്രരേഖ ഉർവശി ചമയുന്നൊരു ചന്ദ്രരേഖ ഉഷയവിടെ. അപ്പൊ എനിക്കിതിലൊരു തീ വരും. അതെ ഇവിടെ ഉഷ ഉഷാറും ഉഷയവിടെ സഖി ഉഷയവിടെ ഉഷസവിടെ. അങ്ങനെ ബാണയുദ്ധാണത്. ബാണന്റെ മകൾ എന്താ പേര്? ബാണാസുരന്റെ മകളുണ്ടല്ലോ, അതിസുന്ദരിയായ ഉഷ. അതാണ് പറയാത്തത്. അവളെ കൂട്ടുകാരി ചിത്രലേഖ. ഇവൾ സ്വപ്നം കാണുന്നു. ശിവനെ വീടിന്റെ മുമ്പിൽ പിടിച്ചിരുത്തിയ ആളാണ് ബാണൻ. ഇതിനറിയോ? കാവൽക്കാരനായിട്ട്. അപ്പൊ ഈ ചിത്രലേഖ സ്വപ്നം കാണുന്നു. അല്ല, ഇവിടെ ഉഷ സ്വപ്നം കാണുന്നു. ചിത്രലേഖ ചിത്രം വരയ്ക്കാൻ പറയുന്നു. വരച്ചു. അത് ശരിയായില്ല. ഒരെണ്ണം വരച്ചപ്പോൾ അയ്യോ ഇതൊരു ഗോഡിനെ പോലെ ഇരിക്കുന്നു, അത് മാറ്റി. അത് കഴിഞ്ഞിട്ട് വേറൊരാളെ വരച്ചപ്പോൾ ഏകദേശം പ്രദ്യുമ്നന്റെ ഛായ, കൃഷ്ണന്റെ മകന്റെ. അത് കഴിഞ്ഞ് ഈ ചേർക്കന്റെ വരച്ചു, അവരുടെ അനിരുദ്ധന്റെ വരച്ചു. ഇവൻ തന്നെ ആള് പോയി പിടിച്ചുകൊണ്ട് പോകാനാണ് ഓർഡർ. ഇവളുടെ ആളുകൾ പോയിട്ട് അനിരുദ്ധനെ പിടിച്ച്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ അവനെ കൊണ്ടുപോകുന്നത് പ്രമദവനത്തില്. ഇതൊക്കെയാ സംഭവിച്ചെന്ന് ദൈവത്തിന് മാത്രം അറിയില്ല. അങ്ങനെ ഇവളുടെ മുഖത്തിൽ നിന്നും ഈ കണ്ണിന് താഴെ കറുപ്പ്, കവിള് തൂങ്ങിയിരിക്കുന്നു. അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി നമുക്ക്? അങ്ങനെ ഇവരെ പിടിക്കാം. അനിരുദ്ധൻ പിടിച്ചു ബന്ധിക്കും.
ഈ ആരാധിക്കും പറയും ഞാൻ കൃഷ്ണന്റെ മകന്റെ മകനാണ്, കൃഷ്ണനെ എനിക്ക് ആവശ്യം എന്ന് പറയാണ് ബാണൻ. കൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പനെ വിളിക്കില്ലാന്ന് പറഞ്ഞില്ല, നിന്റെ അപ്പനല്ലടാ അപ്പാപ്പനെ വിളിക്കില്ല. അങ്ങനെ കൃഷ്ണൻ വരുന്നു. അപ്പൊ മനുഷ്യനെ കൊല്ലാൻ പറ്റില്ല, അതാണ് മേടിച്ചു വെച്ചൊക്കെ വരാം. മനുഷ്യൻ കൊല്ലാൻ പറഞ്ഞു. മൂന്ന് ബാണനെ അലക്കുന്നത്. ആ ബാണയുദ്ധം വായിക്കാൻ പോയത് ഈ പാട്ട് കേട്ടിട്ടാണ് പബ്ലിക് ലൈബ്രറിയിൽ പോയത്. ബാണയുദ്ധം ഉണ്ടോ ചോദിച്ചു. ബാണയുദ്ധം ഉണ്ടോ വരുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് നേരം പോലെ പറയേണ്ടി വരും. ഞങ്ങളെ മാത്രം അത് നമ്മളെ എപ്പോഴും ഇങ്ങനെ ആകെ വിഷമത്തിലാവുമ്പോൾ വരുന്നതാ. ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു വികൃതമായി. വരികൾക്ക് സംഗീതം വികൃതമായി എന്തിനീ മണ്ണിൽ വരച്ചു കറുത്ത ചക്രവാളം അതിരുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി തലയ്ക്കു മുകളിൽ ശൂന്യാകാശം താഴെ നിഴലുകൾ ഇഴയും നരകം. അത് പാട്ടല്ല, ഇതൊക്കെ പാട്ടൊന്നും പറയാൻ ഇത് വിളിച്ച് കവിതല്ലേ. തെക്കും കൂറടിയാത്തി കളിരൂപുള്ളോത്തി. അവസാനം പാലിച്ചുണങ്ങ് അവിടെ പുസ്തകം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമരിൽ ജീവിതം. അത് നാടകത്തിന്റെ രാമമാഷ, സെവിക്ക് ദേവമാഷ. കരളിലെ ചെപ്പിൽ സ്വപ്നം എന്നൊരു കള്ള നാണയം ഇട്ടതാല്. നാടകത്തില് പാമ്പുകൾക്ക് മാളമുണ്ട് രാമമാഷ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇതിനു മുമ്പ് 50കളിലൊക്കെയാണ് ഈ LPR വർമ്മയുടെ കൂടെ എത്ര പാട്ടുകളാണ് സ്വർഗം കാണിക്കുന്നു. അത് എപ്പോഴത്തെ പാട്ടാന്നറിയോ? ഈ LPR വയലാറിന്റെ നമ്മളെപ്പോഴും ഏത് സമയത്തെ പാടാന്നറിയോ? ഒരു പരിപാടി അവസാനിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ലാസ്റ്റ് പാട്ടാണ്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ. അത് ലാസ്റ്റ് അത് കഴിഞ്ഞടി. എന്നിട്ട് ഓട്ടോറിക്ഷ കിട്ടാതെ കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവെള്ളം ഉണ്ടായിരുന്നു. അതെ, ലാസ്റ്റ് പാട്ടാണ് പറന്നു പറഞ്ഞു. അപ്പൊ വയലാറിന് കൊടുക്കുന്ന വിദ്യാർത്ഥി അതാണ് ഈ പാട്ട്. അക്കര പച്ചയിലെ അഞ്ചലച്ചോലയിലെ ആയിരമിതളുള്ള പൂവേ. അതും സ്ഥാനാർത്ഥി സാറൊക്കെയാണ്. അതുകൊണ്ടാണ് തിങ്കൾ കലയുടെ തേരിറങ്ങിയ തിരുഹൃദയ പൂങ്കാവിൽ. സെക്രട്ട് എന്താ പറയുക? തിരുഹൃദയം. അപ്പൊ തിങ്കൾ കലയുടെ തേരിറങ്ങിയെന്ന് വരുമ്പോ സംസ്കൃതം. അതിന്റെ തിരുഹൃദയ പൂങ്കാവ് വരുമ്പോ അവിടെ ആ പള്ളി. ശബരിമലയിൽ തങ്ക സൂര്യോദയം കഴിഞ്ഞും അതെല്ലാവരും പറയുന്നതാണ്. ശബരിമലയിൽ തങ്ക സൂര്യോ. ഇത്രയും ഭക്തിയുള്ള ഒരു പാട്ടില്ല. അപ്പൊ തന്നെ എഴുതും ശബരിമലയിലും കല്ല് ശക്തീശ്വരത്തും കല്ലുണ്ട്. അവിടെ നിന്ന് നേരെ ഗുരുവായൂർക്ക് പോയിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകുന്നു. അമ്പലപ്പുഴ കൃഷ്ണ എന്ന് എഴുതും. കണ്ണ ആലിലക്കണ്ണ പാലാഴി തിരയിലിടക്കും. അത് എഴുതും. ഇപ്പുറത്ത് പോയിട്ട് വേറൊരു സാധനം 4 കൈ വെച്ചിട്ടാണ്. അപ്പോ അങ്ങനെ എനിക്ക് കവിതയെ പറ്റിയൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഈ ഉച്ച നേരത്ത് കവിതയെ പറ്റി പറഞ്ഞ ഉറക്കം കൂടും. ഉച്ച സമയത്ത് കവിത പറയാൻ പാടില്ല. കവിതയെ പറ്റി മിണ്ടാതിരിക്കാൻ ഉച്ച സമയത്ത് പാട്ടാൻ പാടുന്നത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് കലക്കായിരുന്നു കവിത. എന്തൊക്കെ പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആയാലും ഇന്നത്തെ ഈ ദിവസം കേരളപ്പിറവിയുടെ 50ാം വർഷം ആഘോഷിക്കുന്ന ഈ ദിവസം ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു വലിയ സർഗപ്രപഞ്ചം ഒരു കവിതയിലും എനിക്ക് തോന്നുന്നത് ഈ മനോഹര തീരത്തെ ജീവിച്ചും സ്നേഹിച്ചും കൊതി തീരാതെ പിരിഞ്ഞുപോയ കാവ്യശില്പിയാണ് മേഘനാഭം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം ചിരഞ്ജീവിയാണ്. സുമാരേട്ടൻ മാഷ പറഞ്ഞത് ഇപ്പൊ വരുന്നുണ്ട്, ഈ സമയത്ത് വന്നിരുന്നു അദ്ദേഹം. മാഷ പറഞ്ഞില്ലേ
ഇത് മനുഷ്യൻ മരിക്കാതിരിക്കാനുള്ള എന്തൊക്കെ ഔഷധങ്ങൾ, മരുന്നുകൾ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒരു ഡോക്ടർ ഇരിക്കുന്നതുകൊണ്ട് പറയാനേ ആവേശം. മനുഷ്യന്റെ മരണം നീട്ടിക്കൊടുക്കാൻ, ഇല്ലാതാക്കാൻ വേണ്ടി ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പരീക്ഷണശാലകൾ. എനിക്കിത് കേട്ടപ്പോൾ ചിരി വരികയാണ്. മരിച്ചിട്ടും 50 കൊല്ലമായി ഇവിടെ ജീവിച്ചിരിക്കുന്ന വയലാറാമോ ഇതൊക്കെ അറിയുമോ? മതം മതം ഹാ നിങ്ങൾക്കിനിയും കാട്ടാളത്തത്തിൻ മതാന്ത വികൃതികൾ നിർത്തി തമ്മിൽ പുണരാറായില്ലേ എന്ന് ചോദിച്ചു. അതാണ് ഏറ്റവും ശക്തമായ ചോദ്യം. മതം മതം ഹാ നിങ്ങൾക്കിനിയും ഈ കാട്ടാളത്വത്തിൻ മതാന്ത വികൃതികൾ നിർത്തി തമ്മിൽ പുണരാറായില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കേരളം എത്രയൊക്കെ വലുതായി, എത്രത്തോളം നമുക്ക് എന്ത് ഇക്കോണമി എന്ന് പറയുന്നത്, അതിനെ ഡ്രാഫ്റ്റ് എക്കോണമി എന്നും അതുപോലെ ഗൂഗിൾ പേ എന്നും ബാങ്ക് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം അമേരിക്കൻ നിലവാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും ചെലവുള്ള കാര്യമാണ് തൃശ്ശൂരിൽ ജീവിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കി. ഭയങ്കര ചെലവല്ലേ, നമുക്കിവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. 50 വർഷം അല്ല 69 വർഷത്തെ കേരളത്തില് ഒരു സാമാന്യ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ബോംബെയിൽ പറ്റും, കൽക്കത്തയിൽ പറ്റും, ബാംഗ്ലൂരിൽ പറ്റും, ഇവിടെ ജീവിക്കാൻ പറ്റില്ല മനുഷ്യന്. അതാണ് നമ്മുടെ വലിയൊരു അങ്ങനെ ഒരു കേരളമാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഇനിയും വളരാവുള്ളൂ. ഓരോ ദിവസവും കേരളമുണ്ട്. എല്ലാത്തിനും അങ്ങനെയാണ്. നമുക്കൊരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. അവരെ പറഞ്ഞ ഒരുതരം ഔദ്ധത്യവും ധാർഷ്ട്യവുമുള്ള ആളുകളാണ് പലരും. വേണമെങ്കിൽ എത്താൻ മതിയാന്നുള്ളൊരു അത് ശരിയല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് പറയില്ല, നമ്മൾ കുറച്ച് മാന്യമായിട്ട് പെരുമാറുള്ളൂ. ഇതൊക്കെ നിങ്ങൾ അവരുടെ കാശുകൊണ്ടല്ലേ ഈ സംഭവം നിങ്ങൾ പാവപ്പെട്ട മനുഷ്യർ വരുമ്പോൾ അവരോട്. അപ്പോൾ വയലാറിൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്തായിരിക്കും? എവിടെയൊരു പൂ വിരിയുന്നുവോ അതിൻ്റെ സുഗന്ധം എന്നിലും നിറയുന്നു എന്നെഴുതിയ ആളാണ് വയലാർ. അതുകൊണ്ടാണ് സ്നേഹിക്കയിൽ ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും വയലാർ. വയലാർ നമ്മുടെ കവികൾ ചെയ്ത മസ്തിഷ്കത്തോടല്ല, ഇങ്ങനെ മസ്തിഷ്കത്തിൽ കയറി അവിടെ ചിന്തിച്ചിട്ട് പിന്നീട് താഴേക്ക് വരില്ല ചെയ്തത്. നേരിട്ട് ഹൃദയത്തിലില്ല. വയലാർ എഴുതിയത് വയലാർ നാം സംബന്ധിച്ച് ഹൃദയം കൊണ്ടാണ്. അതാണ് വയലാറിന്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഒരു പരിപാടിയും കൂടി ഉണ്ടെന്ന് അവിടെ എന്താ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. അവിടെ എങ്ങനെ എന്തെങ്കിലും തോന്നും. അവിടെ പിന്നെ എങ്ങനെയൊന്നും വേണ്ട. അവിടെ നമുക്ക് ഈ വർണ്ണസുരഭിയാം ുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത പാട്ട് കേൾക്കാൻ പോകണം. എനിക്കൊന്ന് അവിടെ ആദ്യം തുടങ്ങ നമ്മുടെ പാട്ട് പാടിയിട്ടാണ്. ഹിന്ദുവായി അങ്ങനത്തെ സ്ഥലത്താണ്. ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ഇന്ത്യ ഭ്രാന്താലയമായി. 1000 മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി. അതിനെ തുടങ്ങാം. അപ്പോൾ ദൈവത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരുടെയും അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ കച്ചവടക്കാരുടെയും അത് വെച്ചുകൊണ്ട് വോട്ട് വാങ്ങുന്നവരുടെയും രാഷ്ട്രീയം എന്ന പേരിൽ എല്ലാ വൃത്തികേടുകളും ചെയ്തുകൊണ്ട് തത്വശാസ്ത്രത്തിന്റെ പേരും പറഞ്ഞ് നമ്മെ രക്ഷിക്കുന്നവരുടെയും ഓർമ്മയിലേക്ക് വയലാർ രാമവർമ്മ മരിച്ചിട്ടില്ല.